ഞാൻ പോവാ എന്താ കുഞ്ഞപ്പച്ചി കരയിനോണ്ട് തിന്നുന്നുണ്ട് അല്ലേ? എവിടക്ക് എന്താ കുഞ്ഞപ്പച്ചി കാര്യം പറയ്. എവിടക്ക് ഇവിടുന്ന് പോയാ? എപ്പോ? അത് ശരി, അതിനാണ് ചുമ്മാ പോയതിന്റെ കാര്യമാണ്. ഉമ്മ പോയി എന്നിട്ട് കാര്യമാണ്. ഇമ്മാക്ക് പറ്റാതായി അറിഞ്ഞില്ലേ? ആ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടെന്താ ഉമ്മാരെ ആശുപത്രിക്ക് ഒരു ദിവസം കൊണ്ടുപോയി, 2 ദിവസം കൊണ്ടുപോയി, 3 ദിവസം കൊണ്ടുപോയി. പനി മാറിയില്ല. അതിനെ പറ്റി തിന്നിട്ട് എന്താ തിന്നണേ? ഞാൻ ഇപ്പൊ രാവിലെ പനിയായിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കഞ്ഞി കുടിച്ചപ്പോ ഉപ്പേരി വാച്ചായി, അത് തിന്നു ഞാൻ. അങ്ങനെ ഉമ്മാനെ കൊണ്ടുപോയി മോനെ പനി മാറായിട്ട്. എന്നിട്ട് ആശുപത്രി പോയപ്പോ ഓരാണി ചോര കുത്തി എടുത്തിട്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഉമ്മാക്ക് ഭയങ്കര പേടി, ചോര എടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മ തലയിട്ട് ചെയ്യേ. അങ്ങനെ മോനെ എന്നോട് പറയാൻ ഇമ്മാനെ ചോര എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനല്ലേ? ടെസ്റ്റ് നോക്കിയപ്പോ ഉമ്മാക്ക് ഇൻഫെക്ഷൻ. എന്നിട്ട് മോനെ ആ ഗുളികൊക്കെ കുടിച്ചപ്പോ മോനെ പനി മാറിയാ? സന്തോഷിക്കല്ലേ വേണ്ട? സന്തോഷിക്കല്ലേ. ഇമ്മ പണിക്ക് പോയ കാരണം മറ്റേ ഉമ്മ പല്ലിലാവുമ്പോ എല്ലാരും നാരങ്ങൊക്കെ കൊടുത്തിപ്പോ ഉമ്മ പോയപ്പോ ഒന്നും കിട്ടണില്ലടാ. അങ്ങനെയാണല്ലേ? അപ്പൊ മോനെ എന്നിട്ട് ഉമ്മ പറയണ്ട്, രാധേച്ചിലോട്ട് പറഞ്ഞു, രാധേച്ചിട്ട് പറഞ്ഞിരുന്നു ഞമ്മള് പനിയായിട്ട് ആ ഗുളികൊക്കെ കുടിക്കും. ഉമ്മ ഒരാഴ്ചയോളം കുടിച്ചില്ലേ. ഉമ്മ പറയാ എന്താണ് പരിശോധിച്ചപ്പോ മനസ്സിലായി ഞാൻ ഇൻഫെക്ഷൻ സാധനം കുടുങ്ങിയതാണ്. അതുവരെ കണ്ടുപിടിച്ചില്ല. ഉമ്മയുടെ ആദ്യം ആ ഡോക്ടർ പറഞ്ഞിങ്ങനെ 3 ദിവസം കുടിച്ചിട്ട് പനി മാറ്റില്ലെങ്കിൽ ഇത് ആക്കിയാല് എന്നിട്ട് എടുത്താൽ മതിയെന്ന്. അങ്ങനെ എന്നിട്ടിപ്പോ ഉമ്മാന്റെ പനി മാറി. പനി മാറിയപ്പോ കുടുങ്ങി. തിന്നാൻ കിട്ടണില്ലേ? മറ്റേ ഉമ്മ ഉണ്ടാകുമ്പോൾ കഞ്ഞിയും വെച്ച് തരും, പിന്നെ ഓരോ കൊടുത്ത് കൊടുത്തരും ചെയ്യും. ഉമ്മ പണിക്ക് പോയിട്ട് കുറച്ച് കഞ്ഞി വെച്ചിട്ട് പോയിക്കണ്. പാവാണ് ഉമ്മാക്ക് പനി വരാൻ കാരണേ. ഒതുങ്ങിയിരുന്നോടെ ആ ജാനുവച്ചിക്ക് പനിയായിട്ട് വരേക്ക് വന്നിരിക്കണ്. എന്നിട്ട് ഉമ്മാക്ക് പനി പിടിപ്പിച്ച് പകർച്ചപ്പനി പിടിപ്പിച്ച് അതിന്റെ മുന്നേ ഒന്നും പനിയായിട്ട് വരേക്ക് കടക്കേ ഇല്ല. മുന്നേ പനിയായിട്ട് സുബൈദാന്റെ കൂടെയാണ് ഇപ്പൊ. സുബൈദാന്റെ മാപ്പിള വന്നിട്ടല്ലോ. അപ്പൊ അവിടെ തന്നെയാണ് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയും വേണ്ട, എല്ലാത്തിനും പൊങ്ങച്ച കാറ്റിയാണ്. മാപ്പിള വന്നത് പറയും വേണ്ട. ഞങ്ങൾക്കോ ഇവിടെ കൊണ്ടല്ല, അവിടെ എന്തെങ്കിലും ഉപ്പില്ല മുളകില്ല ചെങ്കിട്ട് തരും, അല്ലാതെ ഇവിടെ ഒന്നും കൊണ്ടുതരുന്നില്ല. മഞ്ഞപ്പൊടി കൊണ്ടുവരുമ്പോ ഇവിടെ ഇല്ല. മഞ്ഞപ്പൊടി വെക്കാൻ മാറ്റിത്തടാ. ഒരു പെരന്ന് മഞ്ഞപ്പൊടി പറഞ്ഞാലേ നമ്മളെ പെരയുടെ വർക്കത്തൊക്കെ പോകത്രേ. അത് മതി എല്ലാരും പറയും ഉപ്പൊന്നും കൊടുക്കണ്ട, ബന്ധം പോകും. അപ്പൊ ഞാൻ മാട് പറഞ്ഞ സുബൈദാത്താക്ക് ഉപ്പ് കൊടുത്താളി, ആ ബന്ധം നമുക്ക് വേണ്ട പറഞ്ഞു. ബന്ധം പോയിക്കോളൂ, ആ ബന്ധം പോയിക്കോളൂ, അവർ ഉപ്പ് കൊടുത്താളി. അങ്ങനെ വന്നപ്പോ ഉമ്മ ഉപ്പ് കത്തിയിലാണ് കൊടുത്തത്. പക്ഷെ പിന്നെ വെറുതെ പറയാൻ പെണ്ണത് പിന്നെ ബന്ധം പോയിട്ടില്ല. എന്നിട്ട് മോനെ രാധേച്ചി വന്നിട്ട്, രാധേച്ചല്ല ജാനേച്ചി വന്നിട്ട് പനിയാക്കി പോയി ഉമ്മാക്ക്. ജാനേച്ചിന്റെ പനി മാറിയാ? പനിയായിട്ട് വന്നിക്കാണ് ഇവിടെ. പനിയെ പിടിച്ച് കിടക്കലെന്നെ കിടക്കുക. വന്നിട്ട് പിന്നെ വന്നിട്ട് ചെയ്യാം ഉമ്മാക്ക് പനി. എന്നിട്ട് ഇത് കൂടെ പോയത് എന്താ ഉമ്മാന്റെ പാട് ഒക്കെ അറിയും കൂടെ ചോദിക്കണം, എന്താ ഉമ്മാന്റെ പാട്. പണി ഇവിടെ തന്നിട്ടേ ഇത് കൂടെ പോകണം ഉണ്ടാതെ. അപ്പൊ ഞാൻ പറയും ഉമ്മാക്ക് പനിയാന്നിപ്പോ നേരെ ഞാൻ പിന്നെ വരട്ടാ, എനിക്കാനിപ്പോ പനി കുറച്ച് മാറിയിട്ടുള്ളൂ. കള്ളത്തി നോക്ക് പനി ഉണ്ടായിട്ട് എന്റെ തള്ളേന്റെ മേത്ത് ഉമ്മാന്റെ മേത്ത് പനി ആക്കിയിട്ട് വരാൻ പാടുണ്ടായിരുന്ന പാവം അമ്മല്ലേ. എന്നിട്ട് മോനെ ഉമ്മാട് പോയിട്ടുണ്ട്. ഉമ്മാക്ക് വെച്ചട ഭയമായിരുന്നല്ല. പിന്നെ അടുപ്പ് കൂട്ടണ്ടയച്ചിട്ട് പോവാണ് ഉമ്മ. അടുപ്പില് തീ കൂട്ടണ്ടയച്ച് പോവാണ്. ഉമ്മ അറിയാം കുഞ്ഞാപ്പോ ഇത്ര അവിടെ നിന്നും കിട്ടും,
എന്റെ കാര്യം നോക്കണ്ടേന്ന്. ശരിയാണ്, എന്റെ കാര്യം നോക്കാനാണ് പാവം പോണത്. പാവാണല്ലേ. ഇജാണെങ്കിൽ തിന്ന് ഇങ്ങനെ 24 മണിക്കൂർ തിന്നാൻ പോണെങ്കിൽ പൈപ്പിന്റെ അസുഖം ഉണ്ടടാ. എന്ത് തിന്നാലും അപ്പൊ പൈക്കന്നെ എന്താണാവല്ലേ, എന്ത് തിന്നാലും പൈക്കുണ്ടോ? അപ്പൊ പിന്നെ ചൊന്നും തിന്നണ്ട. കുറച്ചേ തിന്നില്ലെങ്കിൽ പിന്നെ കുറച്ചേ പൈക്കും. അതിലാത്ത പൈപ്പ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പാവം ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിക്കുമായിരുന്നു. കഞ്ഞുടിക്കാണ്ടാക്കി വെച്ചത്. എന്താണ് ഉപ്പേരി? പിന്നൊന്നുമില്ല. ഉപ്പേരിയാണ് താടാ. ഇമ്മ ഉണ്ടാക്കി എന്താണ് ഇല ഉണ്ടല്ലോ, മുരിങ്ങന്റെ ഇലയൊക്കെ ഉണ്ടാക്കിയ ഉപ്പേരിയാണ്. കണ്ടല്ലോ. പിന്നെന്തൊക്കെയുണ്ട്? തേങ്ങ ഒക്കെ ഇട്ടിട്ട് കടകൊക്കെ വറുത്തിട്ട് വരക്കനെ തയ്യോ എനിക്ക് തയ്യില്ല അല്ലേ. എന്നിട്ടിപ്പോ ചോറിന്ന് നിന്നില്ല? ചോറല്ല, കഞ്ഞിയായിരുന്നു. കുടിച്ചാ? കഞ്ഞി കുടിച്ചപ്പോ ഇതിന്റെ ബാക്കിയില്ലായിരുന്നു, അത് തിന്ന്. ശരിയാ. ഉമ്മാക്കല്ലെങ്കിൽ ഇന്ന് കൂടി എനിക്ക് പോയാൽ പോരാഞ്ഞില്ലല്ലേ. അപ്പൊ ഇന്ന് നാരകിട്ടാരും വന്നിരുന്നാ? ചിലപ്പോ മൂത്തമ്മക്ക് വന്നിട്ടുണ്ടെങ്കിലോ? ശരി, അങ്ങനെ ഇപ്പൊ വരാതായില്ലേ. മാറിയാ വരില്ല. മാറി വരില്ല. അങ്ങനെ മൂത്തമ്മ കൊണ്ടില്ല, അമ്മായി ഒന്നും കൊണ്ടിട്ടില്ല. അമ്മായി നാളെ അമ്മായിന്റെ മോള് കൂടി വന്നിരുന്നുണ്ട്. അമ്മാക്ക് വെച്ചാന്ന് കേട്ടോ. അതിന്റെ മുന്നേ അമ്മക്ക് പല്ലുവാനായിട്ട് കാണാൻ വന്നു. എന്താ താത്ത നിങ്ങൾക്ക് എന്താണ് വെച്ചായിന്ന് പറഞ്ഞല്ലോ. അപ്പൊ അമ്മ എന്നോട് സ്വകാര്യത്തിൽ വന്നു, ഏടാ കുഞ്ഞാപ്പ അമ്മായി അത വന്നിട്ട് പെണ്ണും വന്നിട്ടുണ്ട്, എന്തിനും കിട്ടാതിരിക്കൂല. എന്ത് കിട്ടണത്? കിട്ടാൻ വേണ്ടി എന്നാടാ വയസ്സിനും എനിക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടാൻ കിട്ടിയില്ല, മാക്കും കിട്ടിയില്ല. എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു, പെണ്ണും അമ്മായും വർത്താനം പറഞ്ഞാല് പോയി. വെള്ളം കലക്കി കൊടുത്തപ്പോ ഞങ്ങള് കുടിച്ചിരിക്കണ്, അവള് കുടിച്ചിരിക്കണ്. അവിടെ കുടിച്ചോളിയാണ്. നമ്മളെ ചെറിയ പേരും ഇതൊക്കെ അല്ലേ, അവർക്ക് പത്രാസുള്ള കാര്യമല്ലല്ലോ, പത്രാസുള്ളവർന്നല്ലേ അവര് കുടിക്കുള്ളൂ. അങ്ങനെ അവിടെ പോയി. പിന്നെ വന്നിട്ടൊന്നുമില്ല. എന്നാ വേറെ തട്ടി പോയിക്കൊന്നാ. ഞാൻ പോവാണ്. ഞാൻ പോവാ. ഞാൻ ഉറങ്ങട്ടാ. ഉറങ്ങാൻ പോവാ.